എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള പപ്പായ തന്നെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. പപ്പായൊക്കെ പറിച്ച് അതിൻ്റെ ചുവനയൊക്കെ കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മെഴുക്ക് പുരട്ടിക്ക് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇടിയനിലിട്ട് ചതച്ചെടുക്കുവാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇടിച്ച മുളക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പത്ത് മിനിറ്റോളം ഇതേപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പപ്പായയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.